അതൊന്നും അറിഞ്ഞിട്ടില്ല. അതെ ഇനി തിന്നുമ്പോ മതി. എല്ലാരും സ്വഭാവത്തിന് യൂട്യൂബിലാണ് ഇറച്ചിയാണോ പൈസ എവിടെ പോകണം? ആനക്കല്ല് പോണം. വേണ്ട പൈസ വേണ്ട വേണ്ട വേണ്ട. നമ്മളെ കരഞ്ഞു. കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കരിയിച്ചാണല്ലോ കരിയാത്ത മെയിൻ. അതാ കരഞ്ഞു, ചട്ടി പകഞ്ഞു. പനിച്ചുണ്ട് ഇപ്പൊ ഗുളിക കുടിച്ചാ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമ്മളങ്ങോട്ട് പോണ് ഇറച്ചി വാങ്ങാൻ പോവാണ്. അപ്പൊ ഇന്നലത്തെ സ്പെഷ്യല് ഇറച്ചി ഉണ്ട്. പിന്നെന്താ തേങ്ങാച്ചോറും വെക്കാറുന്നു. വെക്കാന്ന് പറഞ്ഞത് ഞാൻ ചോറാന്ന് അറിയില്ല. അപ്പൊ നമ്മള് ഉമ്മമാനെയും കൊണ്ടാണ് അമ്മമാരുടെ സ്പെഷ്യൽ ബീഫിന് റെസിപ്പി. നമ്മള് കൂടുട്ടോ. ഞാൻ പോകുമല്ലോ. എപ്പോഴാ നിങ്ങള് പോണ്? അമ്മമ്മ പോകാണ്. എടുത്തിട്ട് ഇങ്ങോട്ട് വരൂലേ? അന്നേറ്റ് ഒരു ആവശ്യമുണ്ട് മാക്ക് അങ്ങോട്ട് പോണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ബീഫും കാര്യമൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് വെട്ട. ഇവിടെ ഉണ്ടോ അറിയില്ല. നേരെ 10 മണി ആയിക്കണ്. പിന്നെന്ന് പറഞ്ഞാല് ബീഫിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? ആദ്യം പറഞ്ഞാല് 120 കിട്ടീനി. പിന്നെ 500 പിന്നെന്ന് പറഞ്ഞാൽ 150, പിന്നെ 200 ഇപ്പൊ 1 കിലോ ഇറച്ചിക്ക് എത്ര? 350. പക്ഷെ 1 കിലോ ഇറച്ചി വാങ്ങിയപ്പോ അല്ല. അപ്പൊ നമ്മൾ എത്ര വാങ്ങേണ്ടി വരും? അപ്പൊ പോയി വാങ്ങിക്കൊണ്ടട്ടെ. അതുകൊണ്ട് നമ്മള് ആഴ്ചയിലൊന്നും വാങ്ങലില്ല. ആകെ കായാളാടി. അത് തിന്ന അത്രക്ക് ചാടൂലല്ലോ. നമ്മളെന്നെ ഉള്ളത് തിന്നാത്തത്. അമ്മായി ഉള്ളതെടുത്ത് തിന്നു. മതി 2 വർഷം നമുക്ക് തൊള്ളി കിടുമ്പോ എന്തോ ഒരു തോന്നുന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, എന്തോ തോന്നുന്നു. നമ്മള് തിന്നാത്തേം കാണാത്ത ഒരു ഇതായിട്ടേ ഇടങ്ങാറ്. ഞങ്ങള് ഒന്നും പാട 1 ഇഞ്ചും പാട. വിഷമൊന്നല്ല, തിന്നാൻ പറ്റണ കാര്യം. ബിരിയാണിക്കൊക്കെ കസ്കസ്. അതിനോട് പോയിട്ട് വരട്ടെ. മമ്മ ഉണ്ടാക്കൂല ബീഫ്? മമ്മക്ക് മമ്മ വെച്ചാൽ കിടക്കാണ്. നിങ്ങൾ ഉണ്ടായി തരണം ബീഫ്. നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവൂലല്ലേ സംഭവം. അപ്പൊ നിങ്ങളെയും കൊണ്ട് ഉണ്ടാക്കിച്ചണം എന്ന് പറഞ്ഞ് നിക്കാണ്. കുട്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. കുട്ടി ഞാനും നേരം അറിയിട്ടില്ല. ഇന്നലെ ഉറങ്ങിയിട്ടില്ല ചെക്കൻ. പകല് ഇപ്പൊ നേരം വെളുത്തിട്ടും അറിയണില്ല. നീച്ചയാ കിടക്ക. രാത്രി ആണെങ്കിലോ കണ്ണിന്റെ പോള അടക്കൂല അല്ലേ? വിജയതായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ നിന്നൊക്കെ ഉറങ്ങിയാലോ? അന്നൊക്കെ ഉറങ്ങീന്. അപ്പൊ ഏതായാലും ഇഞ്ഞോര് സാധനമൊക്കെ വാങ്ങി വരട്ടെ. ഭയങ്കര കച്ചറയല്ലേ മാമ? എന്താ കച്ചറ പറഞ്ഞ കച്ചറയല്ല, ഒരു അവിടെ നിക്കണ്. എന്താ സമയ പ്രശ്നം? എന്തോ ഞാൻ 500 ആയിരം തന്നിക്കണ്. അപ്പൊ ഞാൻ രാവിലെ പോണോണ്ട് പറഞ്ഞ കേട്ടോ പറയും. ഞാൻ ആ കാക്കാനോട് പറഞ്ഞു 500 റുപ്യല്ലേ കാക്ക 1 കിലോന് ചോദിച്ചു. അപ്പൊ 500 കിലോ ഇറച്ചിക്ക് വില കൂടിക്കോളൂ ചോദിച്ചോണ്ട് 500 റുപ്യാണെങ്കിൽ ഞങ്ങളിവിടെ കച്ചവടമായിട്ട് 500 റുപ്യ 1 കിലോ ഇറച്ചിക്ക് അല്ല കാക്ക. ഇവിടെ കൂട്ടിയതൊന്നും പറഞ്ഞ് എത്തിച്ചാ പോയിക്കാൻ 500 റുപ്യ. ഞാൻ പോയപ്പോഴും പറഞ്ഞേ എന്താ 500 റുപ്യാണ് ഇപ്പൊ വാങ്ങിയാലേ ഉണ്ടാക്കുള്ളൂ. 500 റുപ്യൊക്കെ ഇറച്ചിക്ക് വില ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിക്കണോ അണ്ടച്ച്. അപ്പൊ ഞാൻ വിളിച്ചു. അന്നിക്ക് കോൾ ചെയ്യുന്നില്ല. ഉമ്മാനിക്ക് വിളിച്ചു ഫോണോടെ. നല്ല ടെരിയാക്ക നല്ല ചാനൽ. സംഭവം എന്താ വെച്ചാൽ 500 റുപ്യ ഇറച്ചാൽ 500 വേണ്ടിട്ട് 500 റുപ്യ കൊടുത്തു. എത്ര കാലം ആളുണ്ട് സമ്മതി ആക്കിയ ഇതൊന്നും കാച്ചണ്ടേ ഇമ്മ നമുക്ക് ഉച്ചക്കന്നെ തികയില്ല. എവിടെ പോകണം? ആനക്കല്ല് പോണം. വേണ്ട നമ്മളെ കരഞ്ഞു ഉമ്മ ശമ്മയെ തല്ലിക്കൊന്നു.
അല്ലേ നിങ്ങൾ പോയപ്പോ പറഞ്ഞു 500 റുപ്യക്ക് വാങ്ങുന്നത്. 100 അല്ല ബാക്കി പൈസ തന്നെ ഫോണിന് ഒച്ചല്ല. ഓച്ചല്ല എണ്ണി കത്തിച്ചോയത് ആരെ കണ്ണിലും ഇല്ല. ഒരു കൊത്ത എണ്ണേറ്റ് ഞാൻ പോയത്. ഇവിടെ ചോറൊന്നുമില്ല. ഇവിടെ എവിടെ ചോറൊന്നുമില്ല. അനങ്ങി പോയത് ഇമ്മമാന്റെ സാധനം കൊണ്ടുവരാൻ എന്താ ആധാർ എന്തോ ഇജും പോയിനല്ലോ അപ്പൊ എനിക്കെന്താ പറഞ്ഞൂടെ 500 റുപ്യക്ക് വേണമെന്ന്. ആ എന്താ ഓളെ ഭാഗാണ് സമനന്റെ ഭാഗാണോ ഓന് അല്ലേ? ചോറൊന്നുമില്ല. തേങ്ങാ ചോറ് വേണ്ട. ഇറച്ചിട്ടാണ് അല്ലെങ്കിൽ ഓന്റെ വാക്കാച്ച് കേക്കല് ഓന്റെ കേക്കല് പിന്നെ പോയി ജമീലാത്തന്നെ അത് മതി വേണേ. ജമീലാത്തത് കൂട്ടി തരുമോ? കറുത്ത കൂട്ടി തരുമോ? പിന്നെ പോകല്ല ജമീലാത്ത പോണ്ട. അത് മതി വേണേ. ഇറച്ചിയാണോ? ഇറച്ചിയാണോ? നല്ല കൊടുക്കണം അല്ലെ അല്ല കിട്ടും. അത് മതിയടി ഇനിയിപ്പോ പോകാൻ. നിങ്ങൾ ഉണ്ടാ മതി. ചോറ് നിന്നിട്ട് വൈകുന്നേരം പോയാ ഓക്ക് പിരാന്തയക്കണമ്മ. അതല്ലേ അപ്പൊ സമലത്തെ 700 രൂപ തന്നാല് 500 ഇറച്ചി വാങ്ങണ്ടേ? എന്നിട്ട് ഫുള്ള് പസളെ എല്ലാം എവിടെ വലിയ കണ്ടല്ലേ എല്ലുണ്ടേ ഇത് കൊണ്ടുപോയ ഒരാൾക്ക് ഉപകാരം ചെയ്ത് പെരേ കുത്തിരിക്കുക. ഇത് കൊണ്ടുപോയാ മതി. ഇതിൽ കൂടെ കൂട്ടി തരാൻ പറഞ്ഞാ മതി. കൊണ്ടേക്കോ കൊണ്ടൂല. ആ പൈസ ഞാന് പോയി. അല്ല അവിടെ കൊണ്ടുപോയാലും വാങ്ങിപ്പെടുന്ന കാര്യമാവൂലേ? ജമീലാത്താക്ക് മണർച്ചി അതൊന്നും അറിഞ്ഞിട്ടില്ല. അതെ ഇനി തിന്നുമ്പോ മതി. എല്ലാരും സ്വഭാവം യൂട്യൂബിലാണ്. ഇമ്മ എന്നേലും ഇറച്ചി വാങ്ങുള്ളൂ. അപ്പൊ ചൊക്കിന് തിന്നണ്ടേ? ഇവിടെ അടുത്തേക്കാണ്. ദുബായിക്കൊന്നല്ലോ പോയി പോന്നു. ജോണില് കുട്ടിണ്ട് കറക്കിയില് ബാ. എന്തൊക്കെയോ നുള്ളി പൊറുക്കി പോകുന്നുണ്ട്. അപ്പൊ എനിക്കറിയില്ല സമന ഇവിടെ എണ്ണ സംഖ്യ കൂടുതലാണ്. വല്ല മുട്ടായി വാങ്ങാ അച്ഛമാനത്തുനിന്ന് ഇനി എല്ലാം ഇടണ്ട പറയും. ഇതിൽ തന്നെ ഫുള്ള് എല്ലാണ്. അത് കൊണ്ടേ കൊടുത്തളി നായിക്കൊടുക്കും. അത് കൊണ്ടേക്ക സമന. ഞാൻ പറഞ്ഞു എന്റെ പെരീനാട് മതി അവർക്ക് കണ്ടിട്ടോ. അതല്ലേ അത് കൊണ്ടേക്കളന്നാ. ഇനി പോയാട് ഇനി പിരാതെ ഇറങ്ങി പോരുട്ടാ. ധ്യാന പുടിച്ചോ? നിങ്ങൾ ശരിക്കും പറഞ്ഞോ 500 റുപ്യക്ക് വേണമെന്ന്? 700 റുപ്യോളം തച്ചു കൊടുത്തത്. അപ്പൊ ഒന്നും ഉണ്ടാകാണ്ട് പോയില്ലേ? ഇതിൽ ഇറച്ചി സോപ്പും പൊടി ഉണ്ട്. എന്നിട്ടൊക്കെ കൊടുന്നോ? സോപ്പും പൊടി കൊടുന്നോ? 140 റുപ്യ വലിയ പൊടിയൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പൊ സമയം അതെങ്ങനെ നമുക്ക് തേഞ്ഞത്? അതിനിപ്പോ എന്താ ഒരു ഇറച്ചി അങ്ങിയില്ല ഇറങ്ങിയത്. പിന്നെ നിങ്ങളോട് പറയാം. അങ്ങനെ ഇമ്മമ്മ ഇവിടെ ആദ്യം കൊടുന്ന ഇറച്ചി ഇവിടെ മുറിച്ചല്ലോ തുടങ്ങിയില്ലേ അമ്മ? രണ്ടാമത്തെ ഇറച്ചി പോയ ആൾ ഇതുവരെ കാണാനില്ല. കത്തിന്റെ മൂർച്ചം കൊണ്ടാ. ആദ്യം അമ്മമാക്ക് ഇവിടെ വന്ന കത്തിക്ക് കുറ്റുള്ളൂ.
കുറ്റം പറയും. മൂർച്ചല്ലാത്തൊരു കത്തിയാണ്. ഭക്ഷണമാണ്. ആ വരുന്നുണ്ട്, ഓണടിച്ചുണ്ട്. അപ്പൊ ആദ്യം കുറഞ്ഞ ഇറച്ചി മുറിച്ചു തുടങ്ങി. മോണ്ടനോ നല്ല പൂമോള. പിന്നെ ഉമ്മാക്ക് എന്താ പരിപാടി വെച്ചമ്മ ഉള്ളിയും കാര്യങ്ങളും അവിടെ അരിയാണ്. തേങ്ങാച്ചോറ് വെക്കാനുള്ള തയ്യാറാണ്. അപ്പൊ ഈ കുടുക്കിലാമല്ലേ അമ്മ വെക്കണേ? മോട്ടമ്മമാനെ കൊണ്ടുവരാൻ വന്നാ മമ്മ ഇവിടെ 2 ദിവസം നിക്കാണ് അറിയുന്നുണ്ട്. എന്താ എന്റെ അഭിപ്രായം? ഇമ്മയൊക്കെ ഇമ്മിയാനും ഇല്ലല്ലേ? ഓലെന്തോ പ്രൊമോഷന്റെ ഇതിന് പോയി. എന്നെ അത് പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോയില്ലോ അറിയുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും പോയിക്കോളിഞ്ഞ്. എന്നെ അല്ല സമയത്ത് എത്ര റുപ്യക്കില്ല ഇറച്ചിയാ? 150. ഒന്ന് കാട്ടിക്ക. ഓളാട്ടി പറഞ്ഞിട്ട് രണ്ടാമത് കൊണ്ടിറച്ചത്. ഞങ്ങള് ജ്യൂസ് കുടിച്ചു. എന്ത് ജ്യൂസ്? മാങ്ങാ ജ്യൂസ്. ഒറ്റ കുടിച്ച് പോയി നിക്കണുണ്ടോ? എന്റെ കുട്ടിക്കേലും എന്നോട് സ്നേഹമല്ല അല്ലേ? വല്ലാത്ത സാധനാജ്. മാണ്ട തിന്നോ. മമ്മ അടുക്കളയില് ഒരാള് വന്ന് നല്ല ചായയും രാവിലത്തെ കടിയും തിന്നാണ്. ഇറച്ചി കൊടുന്ന് തീ വെച്ചോട്ടോ. ഇറച്ചി കണക്കണം. ഉമ്മമാക്ക് ഇപ്പൊ തന്നെ പോണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഉമ്മമാ പോരെ ഇല്ല. ഓൻ അവിടെ എത്തിയിട്ടുള്ളൂ. ഋതുവിനായിട്ട് ഒറ്റക്ക് പോകാനാണ്. വളവ് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ കൊണ്ടാക്കി തരാൻ പറഞ്ഞു. ഇങ്ങനെ ഓരോരോ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പണികളാ. എന്റെ ബാക്കിയല്ലേ പൂരി കയ്യിലുണ്ട് ചേട്ടാ പളകി. അപ്പൊ ഞാനും ആദ്യം കൊണ്ടുപോകണം. ഇനി ആള് വരുമില്ലെന്നൊന്നും നമുക്കറിയില്ല. ഇന്നത്തെ ബ്ലോഗിൽ ഉണ്ടാവൂല. ചിലപ്പോ അവിടെ കൂടും. കാരണം മോട്ട ഒറ്റക്കാണ്. ഇന്നത്തെ പോക്ക് ഫുള്ള് പോക്കാണല്ലോ. ഇന്നത്തെ ദിവസം ഫുള്ള് പോക്കാ. കുടിച്ചിരുന്നോളിട്ടോ. നമ്മ പോവുകയാണെങ്കിൽ ചോറിനാണ്ടാവുമല്ലോ എന്ന് അറിയില്ല. നോട്ടം വന്ന് ചായയുടെ കഴിഞ്ഞ് ഓൻ പോയിട്ടോ. അപ്പൊ ഓൻ വിളിച്ചിട്ട് ചെല്ലായിട്ട് ഉമ്മ കുയിന്താട്ടി പോവുകയാണ്. ഇവിടെ അമ്മമ്മയും കുട്ടിയും ഇവിടെ ഇരിക്കാട്ടോ. എന്തോ സമയപ്പോ എന്തോ ഒരു പ്രശ്നം കേട്ടല്ലോ ഇവിടെ. നമ്മളെന്തറിയോ ഒരാൾക്ക് പണി എവിടെയും ഫോണോ ടിവിയോ കാണാൻ നോക്കണോക്ക ചെറിയ ഉള്ളി തൊളിച്ചോലോ ഇജെന്താ പറ. അല്ല എന്തോ ഇറച്ചി വന്നിക്കണ് കരിഞ്ഞിക്കണെന്നൊക്കെ പറഞ്ഞു. ആരുണ്ടാക്കിയല്ലേ? ഞാൻ കരിഞ്ഞിക്കണ് ഇറച്ചി കയ്യിലാണ് മുണ്ടല്. ഞാൻ തുറന്നു നോക്കിട്ടാണ് പറയാറ്. അപ്പൊ നോക്കിയപ്പോ കരിഞ്ഞിക്കണോ? ഒരാൾക്ക് പണിയെടുത്തോട്ടെ ഇതാതായിക്കോട്ടെ. നമ്മള് വല്ലേ എന്താ നമ്മള് പണിയൊക്കെ പോകുക സഹായിക്കാൻ നിന്നുണ്ട്. നിങ്ങളാരാത്ത ആരാത്ത കുറ്റം പറയുന്നത് തെറ്റല്ലേ? നിങ്ങൾക്ക് പറ്റുമോ? നമ്മള് പണിയെടുത്തിട്ടാണ് കുറ്റം. അല്ല ഇറച്ചി തിന്നുമ്പോളേ 2 ഈച്ച കണ്ണു തിന്നാ ഓളെ കുറ്റം പറയില്ല. ആ നേരത്ത് അപ്പൊ കുറ്റം പറയണേന്നല്ല ഇപ്പൊ നേരത്തെ കുറ്റം പറയണേ. പോയോ? പോയി കരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുറ്റം മുന്നിൽ ഉമ്മ അങ്ങോട്ട് കാലത്തേക്ക് ഇറങ്ങി വരും. ഇങ്ങോട്ട് എന്താ പറയാല്ലേ? കുറ്റം പറയാ ഇഷ്ടമല്ല. ഇല്ല കാര്യം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. കരിച്ചാണല്ലോ കരിയാത്ത. അതൊക്കെ അരിഞ്ഞു ചട്ടി പകഞ്ഞു. വെളിച്ചെണ്ണ അപ്പൊ നമ്മള് എളുപ്പ പരിപാടി കണ്ടി കുക്കറിലൊന്ന് വേവിച്ചു. പകുതി വേവില്ലേ. പിന്നെ ഞാൻ ചട്ടിയിലിട്ട് കുറച്ചേരം വെക്കും. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഫുള്ള് മസാല അധികം ഇട്ടിട്ടില്ലല്ലോ. കുറച്ച് മസാല ഇവിടെ ഒരു ചൂടാക്കാൻ വെച്ചിക്കണ്. അതിന് തൂമിച്ചും ബൈക്കിടും. നിങ്ങളാണോ തെറ്റിയതിനെ മുണ്ടിയോ? ഇടക്ക് മുണ്ടുണ്ടല്ലോ. ഞാൻ പോവാണ് നിക്കാൻ താല്പര്യം. നാളത്തെ പരിപാടി നാളെ ഒരു ദിവസം ഞായറാഴ്ച നിങ്ങളോട് അങ്ങോട്ട് പോകാനാ പറഞ്ഞിക്കണ്. കുടുംബശ്രീ ഉണ്ട്. ഉമ്മല്ലേ ആക്കി തരോടുക്കൂല പോണേ പോവൂല. എന്നെ വിളിച്ചു നാളെ കാലത്ത് പറയാണ്.
എന്തിനാ സദ്യ ഈ മസാല എപ്പോഴാ ചേർന്നത്? എന്ത് കുടുംബശ്രീയോ? പൂമക്കല്ല അമ്മാക്ക്. വന്ന് പാല് വെക്കണൊക്കെ ഫുഡിന് സ്പെക്ടറാണ്. അവിടുത്തെ ഒഴിവാക്കി. എന്താ പറയാ, അതിന് ഫുഡിന്റെ 10 ഉറുപ്പിക ഉണ്ടാവും. എനിക്കൊന്നും കുടുംബശ്രീ ഇല്ലടി. ഇഷ്ടല്ല, കൂടിയിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടമല്ല. അറിയില്ല എന്താ പരിപാടി. എന്തേതാ സംഭവം നല്ലതാണ്. ചെറുപ്പം മുതലേ 10 രൂപ കൊണ്ടേ 20 രൂപ കൊണ്ടേ അങ്ങനെ കൊടുത്തതാ, അല്ലാതെ കൂടിയിട്ട് കൊടുത്തതല്ല. നമ്മള് കൂടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മക്ക് ഈ ലോണ് നമ്മളല്ലല്ലേ ഈ പൈസ നോക്കണം, മാപ്പിളാരല്ലേ. അതുകൊണ്ട് പൈസക്ക് നമ്മളിങ്ങനെ പറയലില്ലല്ലോ. ഒന്നാമത് അതാണ്, അല്ല അറിയില്ല. അങ്ങനെ നമ്മൾ ഈ മസാല ഇട്ടിട്ടൊരു എടി ഇട്ടോട്. ചാതി അരച്ചേക്കാനൊന്നും അറിയില്ല ഇനി. ആരെ പഠിപ്പിച്ചെന്നേ? ആരെ പഠിപ്പിച്ചെന്നേ? ഞാനവിടെ ഉമ്മല്ലേ ഇനി. കറിയുണ്ട്. പിന്നെ ചെറിയ നല്ല വച്ചില്ല, അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ വെച്ച് വെച്ചു. ഞാൻ പറഞ്ഞു കൊടുത്താട്ടോ, പറയാത്തൊരു മാറ്റി. ഓള് എഴുതി വെച്ചാണ്, ഓളെ തിരിപ്പിച്ച അവസാനാണ്. ഓള് പെറ്റിറക്കൊന്നല്ല, ഓള് ക്യാമറ ആയിട്ട് ഇറക്കുക. അല്ലെങ്കിൽ ചേച്ചിനോട് എന്താ എനിക്കൊന്ന് വെച്ചേ, എന്താ എനിക്ക് നീച്ചോടുന്നു അങ്ങനെ എങ്ങനെ ചോദിച്ചിരിക്കണേ. ചോദിച്ചോ? ഇന്ന് ഫുള്ള് അനക്കിട്ടില്ല പണിയാണ്. പ്രാങ്ക് തരാൻ ഇങ്ങോട്ട് എല്ലാരും അനക്കൊരു പ്രാങ്ക് തരാൻ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് അതിന് വെച്ച അതുകൊണ്ട് അന്നിട്ട് ചോട്ടില് ഏറ്റവും മുന്തിയ കീടാണോ ഉണ്ടാവും ഇട്ടെന്നാ മതി എനിക്ക്. ഒന്നും നോക്കാം. ആ കാവലത്തെ മാതിരി നീച്ചു വരും ലാസ്റ്റ്. സമന് മരിച്ചുമ്പോൾ സമനിന്റെ ഒക്കെ വില നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ മമ്മ? മമ്മ ഞാൻ മരിച്ചാലാണേ ഓൽക്കൊക്കെ നമ്മള് വില അറിയുള്ളൂ. ആണോ? എന്താ എനിക്ക് പറയല്ലോ. നമ്മള് പറയുമ്പോഴേ നമ്മള് സങ്കടം പറയും. ഇപ്പം കൊല്ലം തന്നെ വേണമെങ്കിൽ രാവിലെ ജോനത്തിന്റെ പണി കൊടുത്തിരിക്കണം. രാവിലെ എന്റെ കണ്ണു പോകാൻ എല്ലാരും എന്റെ മേത്തേക്കാണല്ലോ വരുന്നത്. എന്താ കാരണം? ഞങ്ങളതിനനുസരിച്ച് നിന്നിട്ടേ അതിനനുസരിച്ച് താന്നിട്ടല്ല. എന്താ അതിനാണ് അതിനില്ല പരിപാടി. ഇവിടെ നിന്നിട്ടുള്ള ഒരു ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അവിടെ 10 മണി അതിന്റെ പണിയും കഴിഞ്ഞ് ആളെ കഴിക്കാം. ഇതൊക്കെ എന്നെ മകണ്ടത് തിന്നോ. അങ്ങനെ തേങ്ങാച്ചോറായി, ബീഫായി, സർവാസായി ഒക്കെ കഴിഞ്ഞ് തിന്നാതെ ചോറ് തിന്നാൻ പോവാണ്. പപ്പടത്തിന്റെ കുറവുണ്ട്, പപ്പടം വാങ്ങാൻ മറന്നുപോയി. ഉമ്മ പൊത്തി മുങ്ങാൻ പോയി, പക്ഷെ ഉമ്മ വീണ്ടും വന്നു. അപ്പൊ ഇനി ചോറുന്നല്ലാതെ നമ്മളെല്ലാരും ഇരുന്ന് ചോറുന്നിട്ട് മോട്ടനെ ചോറിനെത്തിക്കണേ. ഞങ്ങൾ ചോറ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പറന്നെത്തിയത്. ഉണ്ടാവോ? വെക്കലില്ല. ഇല്ലാതെ പിതാന് എടുത്ത് കുടിച്ചും തൊണ്ടവേനയും പണിയൊക്കെയാണ്. അതിന് വെച്ചാ നിക്കണ്ട സാധനം. പണ്ടൊക്കെ നമ്മള് കുടിച്ചിനി, ഇപ്പൊ നമ്മള് കുടിച്ചില്ലല്ലോ. ചോറ് പോണില്ല, ജ്യൂസ് കുടിച്ചിട്ട് വരികയാണ്. കൊച്ചു കളിച്ച് നിക്കണ. പിന്നെ ജിമ്മ പോയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും കഴിക്കാൻ. കൂട്ടടുക്ക് കൂട്ടടുത്തോ? എന്തേ? രസല്ല, ഞാൻ ഉണ്ടാക്കിയതാ. അതിന്റെ രസക്കുറവുണ്ട്. മമ്മ പറഞ്ഞു മാറ്റിയോ? മമ്മാനെ കൊണ്ടുപോകണം അല്ലേ? അപ്പൊ കൊണ്ടുപോകണ്ടു പോകുമ്പോ പോണ്ട ചാക്കിലോട്ട് കൊണ്ടുപോകും. നന്നാക്കി കൊണ്ടുവന്നോ? ഞങ്ങളുടെ ട്രിപ്പ് പോയിക്കോളി. ഞങ്ങള് പറഞ്ഞു വൈബായിട്ട് പോയിക്കോളി. മണാലിയൊക്കെ കുറിച്ചോ? അവിടെ വിലക്കുറവാ? പിന്നെന്താ? ഞാൻ എന്തോ പറയും. പിന്നെ എന്താ ആണോ? വേറൊന്നും വേണ്ട? പൈസ എത്ര? ഇവിടെ 2 നല്ല ആവാണല്ലോ. അപ്പൊ ആൾക്കാർക്ക് ഓട്ടാൻ അറിയോ വണ്ടി?
ഓട്ടാൻ അറിഞ്ഞിട്ട് വേണം പിന്നെ അങ്ങനെ നമുക്ക് പഠിച്ചു എന്നിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കാം. അല്ല നല്ല എനിക്ക് ഇവിടുന്നാണ് കൊടുത്തൂടെ? ഏതായാലും ഓട്ടാൻ പഠിച്ചില്ലേ? തൊട്ടേ ഈ 8 ഒക്കെ ഇട്ട് കൊടുക്കണേ ചടങ്ങാണേ. വെയ്ക്കൂല എനിക്കിപ്പോ. എട്ടല്ല എച്ച്. ആ വെച്ച് സ്കൂട്ടി അനക്കിപ്പോ എച്ചും എല്ലും എല്ലാം ഇടാൻ അറിയാലോ. അത് കജൂലടി. അവിടെ കുറെ ആൾക്കാർ നോക്കിക്കൂലേ? ഇങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളങ്ങനെ നോക്കിട്ടല്ലേ ഇടാ. കഴിഞ്ഞിപ്പത്താ ഓള കൊണ്ടായില്ല ഓളത്ത് നിസ്സാരാണോ? എന്താ നമ്മളിവിടെ പമ്മി ഇരിക്കണ വെജല്ലേ? ഓനെന്ത് ജ്യൂസാ പണി തന്നെ? മാങ്ങാ ജ്യൂസ് ആണോ? നെയ്മ മുണ്ടാ ബജറി വയറുവേനയാണ്. വണ്ടി കാരണം ആണോ? അങ്ങനെ വെജെന്തോ ഒന്ന് വരാനുണ്ട്. വെജ മകളിലേക്ക് പോയിട്ടില്ലെന്ന്. ഓനൊക്കെ ഒരൊറ്റ ഒപ്പിച്ചു അതിക്ക് 2 വെച്ചിട്ടു. ആ ഒന്നായിടെ പാർന്ന് കുഴച്ചാ തിന്നാലേ ക്യാമറ ഇല്ലോണ്ടല്ലോന്നാണ് നമ്മളെ പാരമ്പര്യ സാറിനൊക്കെ ആരെ പാരമ്പര്യം? സാറിനക്ക് ഉമ്മമാന്റെ പാരമ്പര്യം. ഞാനും മോണ്ടനൊക്കെ ബെല്ലെ ചമച്ചല്ല തിന്നല്ലാതും മെല്ലെ മെല്ലെ ഞങ്ങളൊക്കെ ചവക്കാറുന്നല്ലേ. ഞാൻ ഇറക്കും കഴിയാൻ വേണ്ടി ഞാൻ ചമച്ച് 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 തിന്നു. ഇതെന്താ ചിരിച്ചിന് കാര്യമില്ല പറഞ്ഞേ? നല്ല പച്ചക്ക് ചവന്ന അറിയില്ല. ജോ അഞ്ച് മുളങ്ങ തൊള്ളിക്ക് വെക്കണേ തന്നെ ഞാന് വാരി തരാം. മതിയോ? ഒരാളെ കടന്ന് ഉറങ്ങിയാണ് പറയണത്. ജിമ്മിന് പോയിനെന്ന് പോണേ എപ്പോ? രാത്രി പോക്ക്. ഓന്റെ മസിൽ കണ്ടില്ലേ ജി? ഓന്റെ സിക്സ് പാക്ക് ഉണ്ടെങ്കണ ജി ഓനാർക്കും കാട്ടി തരൂല. ഞാൻ ഇങ്ങനെ കാരാവും ബാഹുബലിന്റെ അനിയനെ കാരാവും. രാത്രി പോവാ. അപ്പൊ ഇങ്ങനെയാണോ ചായ തരുവേ? ആ തരൂട്ടാ.